മലപ്പുറം നിലമ്പൂർ വനത്തിൽ 3 ഇടങ്ങളിലായി 3 കാട്ടാനകളെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. 20 വയസ്സുള്ള പിടിയാനയെയും 10 വയസ്സുള്ള കുട്ടിക്കൊമ്പനെയും 6 മാസം പ്രായം വരുന്ന കൊമ്പനാനക്കുട്ടിയുടെയും ജഡമാണ് വനത്തിലെ ഉൾക്കാട്ടിൽ വിവിധ ഇടങ്ങളിലായി കണ്ടെത്തിയത്. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? 3 ആനകൾ ഒരുമിച്ച് ചരിഞ്ഞത് കണ്ടെത്തുന്നത് അസ്വാഭാവികമല്ലേ? ഇത് നിലമ്പൂർ ഉൾക്കാട്ടിലാണ്, വഴിക്കടവ് മേഖലയിലാണ് ഈ ആനകളുടെ ജഡം കണ്ടെത്തിയത്. മൂന്നിടത്താണ്. ഇതിൽ അസ്വാഭാവികത ഇല്ല എന്നാണ് വനംവകുപ്പ് പറയുന്നത്. കാരണം കാട്ടിനുള്ളിൽ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ആനകൾ ചത്ത് കാണപ്പെടുന്നത് അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യമല്ല. ഈ 3ന്റെയും ജഡപരിശോധന വനംവകുപ്പ് നടത്തിയപ്പോൾ 2 ആനകൾ ചെരിഞ്ഞത് എരണ്ടകെട്ട് പോലെയുള്ള ശാരീരിക അസുഖങ്ങൾ കാരണമാണ് എന്ന് പ്രാഥമികമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റൊരു ആനക്കുട്ടി, ഒരു 6 മാസം പ്രായമുള്ള ആനക്കുട്ടിയെ കടുവ ആക്രമിച്ചതാണ് എന്നാണ് വനംവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. കടുവയുടെ ആക്രമണത്തിലാണ് ആ ആനക്കുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിൽ അസ്വാഭാവികത ഒന്നും ഇല്ല എന്ന് തന്നെയാണ് DFO അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലമ്പൂർ വനം നമുക്കറിയാം ഹെക്ടർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്നതാണ്. കർണാടകയിലേക്കും അതുപോലെ തന്നെ തമിഴ്നാടുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്ന വിശാലമായ ഒരു വനമേഖലയാണ് നിലമ്പൂരിൻ്റേത്. അപ്പോൾ നമ്മൾ നിലമ്പൂർ വനമേഖലയിൽ ആനകളുടെ 3 ജഡം കണ്ടെത്തി എന്ന് പറയുമ്പോൾ അത് ഒരിടത്തല്ല, അത് വലിയ അകലങ്ങളിലുള്ള സ്ഥലങ്ങളിലാണ്. ആ 3 മരണത്തിലും മറ്റ് അസ്വാഭാവികമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല എന്നും വനംവകുപ്പ് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ ആനകൾ മരിച്ചത് പല സമയങ്ങളിലായിട്ടാണ് എന്നാണ് ആദ്യമായിട്ടുള്ള അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആനകളുടെ മൃതദേഹം, ഒന്നിന്റെ മൃതദേഹമൊക്കെ ഏകദേശം അഴുകി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിക്കൊമ്പന്റെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടിക്കൊമ്പന്റെ ജഡം കണ്ടെത്തിയെടുത്ത് വനപാലകർ പരിശോധന നടത്തിയിട്ടുണ്ട്. കാരണം അവിടുന്ന് ആനകളുടെ കരച്ചിൽ കേട്ട സാഹചര്യത്തിൽ ഉൾക്കാട്ടിലേക്ക് വനപാലകർ ചെന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ആ കുട്ടിക്കൊമ്പന്റെ ജഡം കണ്ടെത്തിയത്. മറ്റുള്ളത് സാധാരണ പരിശോധനകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്നാണെങ്കിലും വേറെ അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് വനംവകുപ്പ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി അനുമോദ്, കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഈ 3 കാട്ടാനകൾ ഒരേ സമയത്ത് ചെരിഞ്ഞു എന്ന്. അങ്ങനെയല്ല, പല സമയത്തായി ചെരിഞ്ഞ ആനകളാണെന്നാണ് വിചാരിക്കുന്നത്. 3 ആനകൾ, അതിലൊന്ന് 6 മാസം പ്രായമുള്ള ഒരു ആനക്കുട്ടിയാണ്. ഈ മൃതദേഹങ്ങളാണ് ഇന്നലെ വനം വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത്. ഈ മൃതദേഹങ്ങളുടെ പരിശോധനയൊക്കെ വിശദമായി നടന്നു വരികയാണ്.